ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് കൂനത്തറയുള്ള ഒരു സ്ഥലത്താണ്. കൂനത്തറയിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. 1920 സ്ക്വയർ ഫീറ്റും 12 സെൻറ്റ് സ്ഥലം, 11.88 സെൻറ്റ് സ്ഥലം, 12 തന്നെ. പിന്നെ കുഴൽക്കിണറുണ്ട്. വാസ്തുപ്രകാരം എല്ലാം നോക്കി ചെയ്തൊരു വീടാണ്. പിന്നെ വാസ്തുപ്രകാരമൊക്കെ നോക്കി ചെയ്ത വീടാണ്. അമ്പലം കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട്. പള്ളിയുണ്ട്, ചർച്ചുണ്ട്, എല്ലാം ഇതുണ്ട്. പിന്നെ മെയിൻ ഹൈവേയിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വീടിൻ്റെ കാഴ്ചകൾ കാണാം. എങ്ങനെ ഹൈവേന്ന് എത്ര? 350. 1 കിലോമീറ്റർ ഇല്ല. ഹൈവേയിൽ നിന്ന് 350 കിലോമീറ്ററാണ്. 2 വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വഴി കഷ്ടി 700 മീറ്റർ, ഒരു വഴി 300 മീറ്റർ എന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചയിലോട്ട് പോകാം. ഇതാണ് അതിൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി. 3 വീടുണ്ട് കേട്ടോ. ഇതൊരു വീട്. ഇതാണ് നമ്മളെ വീഡിയോ എടുക്കുന്ന വീട്. ഇതാ അല്ലേ, നല്ല അടിപൊളി വീടാട്ടോ. ഇതാ നേരെ അതിൻ്റെ അപ്പുറത്തൊരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് വീട്. 12 സെൻറ്റ് സ്ഥലം. നല്ല ഏരിയയാണ്. പുതിയ വീടാണ്. മുറ്റം കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ, മുറ്റം കണ്ടില്ലേ, നല്ല വിശാലമായ മുറ്റാട്ടോ. കാറൊക്കെ ഒരു 3-4 സുഖമായി പാർക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇവിടേക്കൊക്കെ നല്ല വീതിയുണ്ട് കേട്ടോ. കണ്ടല്ലോ, വീടിൻ്റെ ഭംഗി കാണണമെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതാ മുറ്റം, നല്ല വിശാലമായ മുറ്റാണ്. ഇത് കണ്ട, ഇത് കണ്ട, നല്ല അടിപൊളി മുറ്റാട്ടോ. കണ്ടില്ലേ, സൂപ്പർ മുറ്റ. സൂപ്പർ മുറ്റാട്ടോ. കണ്ടോ, വീടിൻ്റെ ഫുൾ വ്യൂ ആണ് മുറ്റത്തിൻ്റെ. ഇത് ബാക്ക് സൈഡ്. ഇതൊരു വാസ്തു നോക്കിയിട്ട് ചെറിയ ഭിത്തി ഇതെങ്ങനെ ചെയ്തതാണ് അല്ലേ. വാസ്തു ഹിന്ദു ആചാരപ്രകാരമൊക്കെ അല്ലേ. ഇതിങ്ങനെ
ഇവിടെ ഒരു തെങ്ങുണ്ട്. ഇതാ മൊത്തത്തിൽ 11.88 സെൻറ്റ് സ്ഥലം. ഈ മതിലാണ് അതിൻ്റെ അതിർത്തി. അത് ബാക്ക് വ്യൂ ആണ്. നേരെ അപ്പുറത്ത് വേറൊരു വീടും കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ബാക്ക് വ്യൂ ആണ് വീടിൻ്റെ. ഇതല്ല നല്ല സൂപ്പർ ബാക്ക് വ്യൂ ആണ്. ഇത് സൈഡ് വ്യൂ, റൈറ്റ് സൈഡിലത്തെ കണ്ടില്ലേ. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പച്ച ഗ്രാസൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ മോഡലിൽ ഗൾഫ് സ്റ്റൈലിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതവിടെ. ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വെക്കാതാ. ബാക്ക് സൈഡ് കണ്ടില്ലേ, എല്ലാവിധ ഫെസിലിറ്റീസും ഈ വീടുണ്ട് കേട്ടോ. ഇത് കണ്ട ബാക്ക് സൈഡൊക്കെ നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിൽ പോയിട്ട് ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, കംപ്ലീറ്റ് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് അനുഭവങ്ങൾ വെക്കാൻ ഇതങ്ങനെ മണ്ണിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഫേസ് കിഴക്കോട്ടാണ്. വാസ്തുപ്രകാരമൊക്കെ നോക്കി ചെയ്ത വീടാണ്. കണ്ടോ, മുറ്റം നല്ല വലിയ മുറ്റാട്ടോ, സൂപ്പർ മുറ്റാണ്. കണ്ടോ, നല്ല ഒരു 4-5 വണ്ടികൾക്ക് സുഖമായി പാർക്ക് ചെയ്യുക. ഗേറ്റും നല്ല വലിപ്പമുള്ള ഗേറ്റാണ്. നല്ല സ്പേസ്. 14 അടി വീതി ഉണ്ട് കേട്ടോ ഗേറ്റ്. വലിയ ലോറി വരെ കയറാം. അല്ലേ ആള് വീതി ഉണ്ട് കേട്ടോ ഗേറ്റ് കണ്ടില്ലേ. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. വേണ്ട കുഴപ്പമില്ല, അങ്ങനെ നോട്ടെ. 14.5 അടി വീതി. ഇത് കണ്ടില്ലേ, സുഖമായിട്ട് ഏത് വണ്ടിയും സുഖമായിട്ട് കയറും. അത് ലാസ്റ്റിലുള്ള അടിപൊളി വീടാട്ടോ. ഇവിടെ പുറത്ത് ഇതങ്ങനെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് കണ്ട. ഇവിടെ ഇങ്ങനെ പച്ച ബുഷൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിൽ ഇൻറ്റീരിയർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കണ്ട. ഇവിടെ ഇങ്ങനെ പച്ച കളറിലുള്ള ഗ്രാസ് വെക്കുമല്ലോ, ഇങ്ങനെ ബുഷ് പോലെ, അതിനുള്ള സ്പേസ്. പിന്നെ അതാ ഇതൊരു പുതിയ ടൈപ്പ് നല്ലൊരു ഡിസൈൻ വർക്കാണ്. ഇതാ കണ്ട, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണും. പിന്നെ അത് അവിടെ ഇങ്ങനെ ഒരു ബൾബ് പോലെ വെച്ചിട്ടുണ്ട്. രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല ഡിസൈനായിരിക്കും. ബാക്കിൽ ഇത് അങ്ങനെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. സിറ്റ് ഔട്ട് ഇതാട്ടോ, ഈ സൈഡിൽ നിന്ന് നല്ല വ്യൂ ആണ്. സിറ്റ് ഔട്ടിലേക്ക് ഇതാ കണ്ടില്ലേ, പുറത്തെ സിറ്റ് ഔട്ട്. ഈ സൈഡിൽ നിന്നും നല്ല വ്യൂ കണ്ടില്ലേ, നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ. എൻട്രൻസൊക്കെ ജനലൊക്കെ നല്ല വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. സുലൈമാക്ക നല്ല വിശാലമായ ഹാള്, നല്ല സോഫ സെറ്റൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായി. നല്ല വിശാലമായ സ്പേസ് ഉണ്ട് ഹാളിൽ. 3 വെന്റിലേഷൻ ജനലിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള വ്യൂ ഇങ്ങനെയുണ്ട്. ഹാളിൻ്റെ ഫുൾ വ്യൂ. ഈ ഹാൾ ഫസ്റ്റ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആണിത്. ഫർണിച്ചറൊക്കെ ഇട്ട നല്ല ഭംഗിയായി. ഇതാ സെക്കൻഡ് ഡൈനിങ് ഹാള്. ഇതാ കയറി വരുമ്പോൾ തന്നെ അതങ്ങനെ കോണി കാണാത്ത ലെവലിൽ ബാക്ക് സൈഡിലോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാസ്തുപ്രകാരം അവർ നോക്കിയിട്ട് അങ്ങനെ ചെയ്തതായിരിക്കും.
കോണിങ്ങനെ സെപ്പറേറ്റ് ആക്കി നല്ല ഹാള്. നോക്കിയത് അതെ 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 നല്ല അടുക്കളയാണ് കേട്ടോ. നല്ല ടൈലൊക്കെ ഇട്ട് നല്ല വുഡൻ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു. ഇതാ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതാ ചെയ്തിട്ട്. ഇതാ സ്റ്റോറേജ് സ്പേസൊക്കെ നല്ല സ്റ്റീലിൻ്റെ അടിപൊളി. ഇതാ നല്ല പ്ലേറ്റ് വെക്കാനൊക്കെ നല്ല ലെവലിൽ. ഇത് ഗ്യാസിൻ്റെ ഇല്ല അവിടെയാണ് ഈ ഭാഗത്തില്ലേ? ഗ്യാസിൻ്റെ സിലിണ്ടർ ഈ ഭാഗത്ത്. ഇവിടെ വേസ്റ്റ് ഇടാൻ ഇത് ഇവിടെ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കാനുള്ള സ്പേസ്, പിന്നെ പാത്രങ്ങൾ ഗ്ലാസ്സുകളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫിക്സ് അലുമാരയും ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം സെക്കൻഡ് അടുക്കള ആലുവ അടുപ്പിൻ്റെ അടുക്കുക. അതിൻ്റെ മുകളിൽ അവർ വീട് പണി കഴിഞ്ഞിട്ട് അതിൻ്റെ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. ആലുവ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 അടുപ്പുണ്ട്. ആലുവ അടുപ്പ് ഓക്കെ. ആലുവ അടുപ്പ് ഓക്കെ. സെൻട്രൽ ലൈറ്റ് ഓക്കെ. അവിടെയും നല്ല ടൈലിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതവിടെ അങ്ങനെ നല്ല പാത്രം കഴുകാനുള്ളൊക്കെ ഇതാ കംപ്ലീറ്റ് നല്ല വാസ്തു പ്രകാരം നോക്കി ചെയ്ത നല്ലൊരു വീടാണ് കേട്ടോ. വാസ്തു കറക്റ്റാക്കിയിട്ട് ചെയ്ത വീടാണ്. എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. പുറത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു ഗ്രില്ല് കൊടുത്തിട്ട് ഇതെങ്ങനെ പുറത്തേക്ക് ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് ഇതാക്കിയിട്ട് എന്താ പുറത്തേക്ക് ഇതാ കോമൺ ആയിട്ട് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 5 ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് ഇന്ത്യൻ ക്ലോസറ്റ്. പുറത്തേക്ക് നല്ല അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയ നല്ല കല്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ഫുൾ ഇൻ്റർലോക്ക് പോലെ ടൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഷവറും ബൾബും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബാത്റൂമാണ്. അപ്പോൾ പുറത്തത്തെ ഭാഗം കഴിഞ്ഞ് നമുക്ക് നേരെ അപ്സ്റ്റേർക്ക് പോകാം. നല്ല അടിപൊളി വീടാട്ടോ. സൂപ്പർ വീടാണ്. പുതിയ വീടാട്ടോ. നല്ല സൂപ്പർ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ അടുക്കള കഴിഞ്ഞ് ഇനി നേരെ ഇതാ ഡൈനിങ് ഹാള്. ഇതാ ഡൈനിങ് ഹാള് ഇല്ല, അവർ സ്കാൻ ചെയ്യാൻ പോയിക്കാം. അപ്പോൾ അതാ ഡൈനിങ് ഹാള്. നല്ല സ്പേസുള്ള വീടാട്ടോ. ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ നല്ല വിശാലമായ സ്പേസ് ഉണ്ട്. എല്ലാവിധ വർക്കും കഴിഞ്ഞിട്ട് ഫുൾ കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സിസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ സ്റ്റോറേജ് സ്പേസ് പോലെ ഇതാ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ അടിയിൽ. പിന്നെ ഇതാ വാഷ് ബേസിന് നല്ല കലക്കം വാഷ് ബേസിനാണ് കണ്ടോ. നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ അവിടെ ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല. നല്ല വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റോറേജ് സ്പേസ് ഇൻവെർട്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള സ്റ്റോറേജ് സ്പേസും ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ. ഇവിടെ അതങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നേരെ ഫസ്റ്റ് റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതാ അലുമാറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്ത് ഫിക്സഡ് അലുമാറ ഉണ്ട്. ഈ സൈഡിലായിട്ട് മുകളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വെന്റിലേഷൻ ഇതാ ഇവിടെ ജനല് 2 കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പുറത്തും ജനല് 2 കൊടുത്തിട്ടുണ്ട്. ഇതാ അലുമാറ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വലിയ ബാത്റൂമാണ്. ഇതാ കണ്ടില്ലേ? യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ്. എല്ലാ ഷവറും കാര്യങ്ങളും
ഷവർ, പിന്നെ അതിൻ്റെ ഫാൻ, എക്സോസ് ഫാന്, വെന്റിലേഷൻ്റെ ജനല്, സോപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്റ്റോറേജ് സ്പേസ്, ഹോട്ട് വാട്ടറിനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ വാഷ് ബേസിന് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് ടൈലാണുള്ളത് അല്ലേ? ഇതാ എവിടെയും കാണാത്ത ടൈപ്പ് നല്ലൊരു കല്ല് പോലത്തെ ടൈലാട്ടോ. നല്ല ഗ്രിപ്പുണ്ട്. വെളുക്കന്നല്ല, ഒരു പുതിയ മോഡൽ ടൈലല്ലേ? ഗ്രിപ്പുള്ളതിൽ കല്ല് പോലത്തെ നല്ല കല്ല് പോലത്തെ ഒരു സ്പെഷ്യൽ ടൈലാട്ടോ. അത് അതിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട്. ഇതാ അല്ലേ, നല്ല ഗ്രിപ്പുണ്ട്. എത്ര വെള്ളമായാലും നമ്മൾ ഒഴുക്കി വീഴില്ല. വയസ്സായ ആൾക്കാർക്കൊക്കെ ചാടി കളിക്കാം. അപ്പോൾ ഫസ്റ്റ് റൂമിൻ്റെ ഹാളിൻ്റെ വിശാലത, വിശാലമായ റൂമാണ് കേട്ടോ. കിടക്കി കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ കണ്ടില്ലായാലും മാറിയുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ വാതിലൊക്കെ നല്ല രസമായിട്ട് പിടിപ്പിച്ചു. ഇപ്പം എന്നാൽ സെക്കൻഡ് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതാ അതിൽ 2 വെന്റിലേഷൻ, 2 ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു അലമാറ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതാ ബാത്റൂമിൻ്റെ ഡോറ് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമും റൂമും നല്ല വലിപ്പമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിലൊന്നും ഫിക്സ് ചെയ്യാനല്ല, കംപ്ലീറ്റ് പണി കഴിഞ്ഞ് എല്ലാം. വാഷ് ബേസിന്, സ്റ്റോറേജ് സ്പേസ്, സ്റ്റീലിൻ്റെ സോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ, യൂറോപ്യൻ ക്ലോസറ്റ്, ബ്രാൻഡഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഷവറും കാര്യങ്ങൾ, ഹാങ്ങർ, ഷവർ, എക്സോസ്റ്റ് ഫാന്, പിന്നെ പൈപ്പ്, ചുടുവെള്ളത്തിൻ്റെ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ എല്ലാം ഉണ്ട്. ടൈലൊക്കെ നല്ല രസമുള്ള ടൈലാട്ടോ. നല്ല രസമുള്ള ടൈല് മുകളിൽ വരെ പിടിപ്പിച്ചിട്ടുണ്ട്. താഴത്ത് നല്ല ഗ്രിപ്പുള്ള ടൈൽ കേട്ടോ. ഇതൊരു വെറൈറ്റി ടൈലാണ്. ഞാൻ പ്രത്യേകം കാണിക്കുന്നുണ്ട്. ബാത്റൂമിൽ ഒട്ടും ഒഴുക്കില്ല. കാരണം ഒരു കരിങ്കല്ല് ടൈപ്പ്, ഒരു പുതിയൊരു മോഡലാണ്, കല്ലിൻ്റെ മോഡൽ ടൈപ്പ്. നല്ല ഗ്രിപ്പുണ്ട്, വെള്ളമായാലൊന്നും ഒഴുക്കില്ല. അലുമാറ കാര്യങ്ങൾ, റൂം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നേരെ നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോകാം. ഇതാ വുഡൻ പോലെ ചെയ്തിരിക്കുകയാണ്, നന്നായിട്ടുണ്ട്. അതെ അതെ, ഇതിൻ്റെ കാല് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാല് മരം സ്റ്റീലുമാണ്. അപ്പോൾ ഇത് നല്ലൊരു രസമുള്ള ഒരു പിടുത്താട്ടോ. നോക്കിയൊക്കെ ഇതിൻ്റെ നല്ല ഫിക്സ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. താഴെ രണ്ട് സൈഡൊക്കെ നല്ല സ്റ്റീലിൻ്റെ കൊടുത്തിട്ടുണ്ട്, സ്റ്റീലും മരവും കണ്ടില്ലേ. ഇത് മരത്തിൻ്റെ പോലെ ടൈലാട്ടോ, കണ്ടു കഴിഞ്ഞാൽ മരം എന്നൊന്ന് തോന്നുക. നല്ല രസമായിട്ട് കണ്ടോ. ഒന്ന് അപ്സ്റ്റെയറിലേക്ക് പോവാം. ഏവർക്കും അനായാസം കയറാൻ പറ്റിയ ടൈപ്പ് സ്റ്റെപ്പ് അതാ കണ്ടോ. പകുതി ഇത് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. കുത്തനല്ല, സ്റ്റഡി ആയിട്ട് ഏത് പ്രായമുള്ള ആൾക്ക് സുഖമായിട്ട് കയറാം. കണ്ടോ താഴത്ത് കണ്ടില്ല സ്റ്റെപ്പ്, അവർ കയറി വരുന്നുണ്ടോ, സുഖമായി കയറി വരാം. മുകളിലത്തെ ഹാള്, അതിൻ്റെ മുകളിൽ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞതാണ്. അതിൻ്റെ ഫസ്റ്റ് ബാൽക്കണി, നല്ല രസമുള്ള ബാൽക്കണിയാണ്. ബാൽക്കണി അടക്കം ടൈൽ ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കണ്ടോ. അതിൻ്റെ സ്റ്റീൽ വർക്കും കഴിഞ്ഞിട്ട് കണ്ടോ. പുറത്തേക്കുള്ള കടക്കാൻ വേണ്ടിയിട്ട് ഇതാ പുറത്തേക്ക് ചെറിയ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇതവിടെ കണ്ടില്ല ഇങ്ങനെ നല്ല ടൈൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ തൊട്ടപ്പുറത്ത് വേറെ വീട് വരുന്നുണ്ട്. ഇത് ഇവിടെ നിന്നുള്ള അതിൻ്റെ ഒരു തുറക്കും പുറത്തേക്കുള്ള കണ്ടോ. മുറ്റത്തിൻ്റെ സൂപ്പർ കേട്ടോ, നല്ല വ്യൂ. ഇതാണ് മുറ്റത്തിൻ്റെ വ്യൂ കണ്ടോ. നല്ല ഒരു വീടാട്ടോ, ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് കണ്ടോ. നല്ല ഡിസൈനും കാര്യങ്ങളും നല്ല സ്പേസും എല്ലാം ഉണ്ട് കണ്ടോ.
നല്ല ഏരിയ ആണ് കേട്ടോ, അത് ഞാൻ വിട്ടു പറയാൻ. വിശാലമായ നല്ലൊരു ടൈപ്പ് നല്ലൊരു ഏരിയ ആണ്. കണ്ടോ, ഇത് കണ്ടോ സൈഡ് വ്യൂ കണ്ടോ, ആ വലിയ മതിലാണ് അതിൻ്റെ അതിർത്തി. പിന്നെ ചെറിയ മതിൽ ഇതങ്ങനെ വാസ്തുപ്രകാരം നോക്കിയിട്ട് അവർ അങ്ങനെ ചെറിയൊരു കൈമതിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതാ അതിൻ്റെ ബാൽക്കണി. ഇതാ സുലൈമാനിക്കും കൃഷ്ണൻകുട്ടിയായിട്ടും സംസാരിക്കണം ബാൽക്കണിയിൽ. ഇതാ രാത്രിയൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. കണ്ട നല്ല സെക്കൻഡ് ഹാള്, മുറ്റം, ഗേറ്റ് കണ്ട സ്ലൈഡിങ് ഗേറ്റാണ്. 14.5 അടി വീതി ഇട്ടിട്ടത്. എത്ര വലിയ വണ്ടി അനായാസം കയറും. ഇത് കണ്ട മുറ്റത്ത് കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാം. കണ്ടോ വലിയ മുറ്റ കണ്ടോ, 12 സെൻറ്റ് സ്ഥലം. അപ്പം നമുക്ക് മുകളിലത്തെ റൂമുകൾ കാണാം. ഇതാ ഇതിൻ്റെ കല്ലിൻ്റെ വർക്ക് കണ്ട, ടൈല് അതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിസൈനൊക്കെ ഇങ്ങനെ ബാൽക്കണിയിലും കൊടുത്തിട്ടുണ്ട്. ഒക്കെ സ്റ്റീൽ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ബാൽക്കണിയുടെ. ഇത് ബാക്കിലേക്കുള്ള ഡിസൈൻ, അത് ബാൽക്കണിയുടെ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷന്. ഇതാ ആ ഡോറം തോന്നുന്നു. ഇത് ഹാളാണ് ഇട്ടത്. നമ്മൾ കയറി വന്ന ഹാള് നല്ല വിശാലമായ ഹാളാട്ടോ, നല്ല രൂപഭംഗിയുള്ള നല്ല ടൈപ്പ് ഹാളാണ്. ഇതാ സെക്കൻഡ് ബാൽക്കണി ഹാളിന്ന്. അതെ, സൂപ്പർ ബാൽക്കണി കേട്ടോ, നല്ല വെന്റിലേഷനും കാറ്റും കാര്യങ്ങളും. ഇതാ ബാക്ക് സൈഡ് വ്യൂ ഇത് കണ്ടോ, ആ വൈറ്റ് മതിലാണ് അതിൻ്റെ അതിർത്തി വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കുഴൽക്കിണറാണ് ആ ഭാഗത്ത് വെച്ചിരിക്കുന്നത്. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതാ അതിൻ്റെ അപ്പുറത്ത് ഇതാ 2 വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റുപുറം വീടുകളുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഒരു ടെമ്പററി കേസ് ഇതാ അങ്ങനെ സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലേക്ക് ഇതാ ഏറ്റവും മുകളിലേക്ക് ഇതാ കണ്ടില്ലേ, ഏറ്റവും മുകളിലൊരു വലിയൊരു ഇതുണ്ട് കണ്ട. ഇവിടെയും വേണമെങ്കിൽ വസ്ത്രങ്ങളൊക്കെ തോരടാ, ടാങ്ക് കഴുകുക, അതിനൊക്കെ കയറാൻ പറ്റും. ഒക്കെ എല്ലാവർക്കും കയറാൻ പറ്റിയ ലെവലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, കണ്ട ടാങ്ക് കണ്ടില്ലേ. മുകളിലേക്കും റൂം എടുക്കാം കേട്ടോ, ഡബിൾ ഡക്കർ എന്നൊക്കെ പറയില്ല, അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇത് കാണില്ല, ഇത് വാസ്തുപ്രകാരം കറക്റ്റാ. അതെ, ഒരു 10-20 വീട് നമ്മൾ പുറത്തായിരിക്കും. അതെ, അവരൊക്കെ പറയുന്നത് ഇതിന്റെ ഡെയിലിയും അടുക്കളയിൽ സ്ത്രീകൾ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ടോ സൈഡ് വ്യൂ കേട്ടോ, ഏറ്റവും ബാക്ക് സൈഡ് വ്യൂ. ഈ വീട് നിങ്ങൾ കണ്ട പോലെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. ഏറ്റവും ബാക്കിൽ തെങ്ങ് കാര്യങ്ങൾ, നമുക്ക് അനുഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസും അവർ കൊടുത്തിട്ടുണ്ട്. വാഴ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, സപ്പോട്ട, പേരക്ക, എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇത് സൈഡ് വ്യൂ കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈഡ് വ്യൂ ഉണ്ട് കണ്ടോ. കണ്ടില്ലേ, ടൈൽ ചെയ്തിട്ട്. സെക്കൻഡ് ബാൽക്കണിയും കണ്ടില്ലേ, മുകൾക്ക് ടാങ്ക് കഴുകാനുള്ള അതും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹാള് കണ്ടില്ലേ, നമ്മൾ മുകളിൽ നിന്ന് കയറി വന്ന ഹാള് കണ്ടില്ലേ. മുകളിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് 2 ബാൽക്കണി. ഇനി നേരെ അതാ 3ാമത്തെ റൂം, 3ാമത്തെ ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂം തന്നെയാണ്, താഴത്തെ പോലെ. ഇത് കണ്ടോ, 2 വെന്റിലേഷന്. ഇവിടെ അതാ അതിനും അലമാര കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള വീടാട്ടോ, വേഗം വരിക. നല്ല സൂപ്പർ വീടാണ്. ഇതാ കണ്ടില്ലേ, നല്ല ഇതാ കണ്ടില്ലേ. ഇതിൻ്റെ ഇതൊക്കെ വാഷ് ബേസിന് കാര്യങ്ങൾ, ഇവിടെ സ്റ്റീലിൻ്റെ ഇത് എക്സ്ഹോസ്റ്റ് ഫാന്, എല്ലാ ബാത്റൂമും ഫുൾ ഫർണിഷ്ഡാണ്, കംപ്ലീറ്റ്. 5 ബാത്റൂം ഉണ്ട് ടോട്ടൽ കേട്ടോ, എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഓണർ എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു നെഗറ്റീവ് എന്ന് പറയുന്ന ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം ക്ലിയറായി ചെയ്തിട്ടുണ്ട്. വാസ്തു ആണെങ്കിലും വീടാണെങ്കിലും എല്ലാം അറ്റാച്ച്ഡ് ആട്ടോ, കംപ്ലീറ്റ്. അല്ലേ, ടൈല് നോക്കിയാൽ നല്ല അടിപൊളി കോസ്റ്റ്ലി ടൈലായിട്ടിരിക്കുന്നു കേട്ടോ. മരം കണ്ടില്ലേ,
വെക്കാനുള്ള മരവും കാര്യം ഉണ്ടോ ഡോറ്. അപ്പോൾ ഇനി നാലാമത്തെ റൂം. നാലാമത്തെ റൂമും നല്ല വലിപ്പമുള്ള റൂമാണ്. ഇത് കണ്ട നല്ല വലിപ്പമുള്ള റൂമാണ്. 3 വെന്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, തൊട്ട വീട്ടിലേക്ക് അവിടെയൊക്കെ വീടുകൾ കേട്ടോ. നല്ല ഏരിയയാണ്, ചുറ്റുപുറം വീടുകളുണ്ട്. ഇവിടെയും 3 വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അലുമാറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അതിനോട് അറ്റാച്ച്ഡ് ആക്കിയിട്ടുള്ള അലുമാറയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നേരെ ടൈലിട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ബാത്റൂമിനും കിട്ടും. അത് വേറെ മോഡൽ ഗ്രിപ്പുള്ള ആ കല്ല് തന്നെയാണ്, പക്ഷേ നല്ല ഷേപ്പുള്ള ഒരു ഗ്രിപ്പുള്ള ടൈലാണ്. ഇത് നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. ഒരു കല്ലിൽ ഷേപ്പ് കൊടുത്തൊരു പ്രത്യേക ടൈപ്പ് ടൈലാണ്. ഇത് വാഷ് ബേസിന് കാര്യങ്ങൾ ഇതാ നോക്കി സുലൈമാൻ. ആ കല്ല് നല്ലൊരു ഗ്രിപ്പുള്ള ടൈലല്ലേ. ഇതാ ഇതിൻ്റെ ഇവിടെ തന്നെ എല്ലാം ചെയ്തിട്ട് പൈപ്പ് 2 കൊടുത്തിട്ട് ഹോട്ട് വാട്ടറിനും പിന്നെ എന്താ ഷവറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. അടിപൊളിയാണ്. അതുകൊണ്ടാ നല്ല അടിപൊളി ഷവറാണ് കേട്ടോ. നോക്കിയൊക്കെ നല്ല ക്ലിയറായിട്ട് ഇരുന്ന് പിടിക്കുക കേട്ടോ. വെള്ളം വരുന്ന വരവ് കണ്ടില്ലേ, നല്ല രസമായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങൾ. അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ടൈലൊക്കെ നല്ല അറ്റ വരെ ഇട്ടിട്ടുണ്ട്. ഹാങ്ങർ എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം കംപ്ലീറ്റ് ഫർണിഷ്ഡ് ചെയ്തിട്ടുണ്ട്. വീട് അങ്ങനെ കംപ്ലീറ്റ്. അതിൻ്റെ അലുമാറ കാര്യങ്ങളൊക്കെ. അപ്പോൾ നാലാമത്തെ റൂമും കഴിഞ്ഞു. ഹാളിൻ്റെ താഴത്തേക്കുള്ള ഇത് കണ്ടില്ലേ, സ്റ്റെപ്പ് കണ്ടില്ല, അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ വുഡൻ സ്റ്റെപ്പ് പോലെ നല്ല ഫിനിഷ് ചെയ്തു സ്റ്റെപ്പാ. ഇറങ്ങാനും കയറാനും സുഖമുള്ള സ്റ്റെപ്പാ. ആയാസം എത്ര പ്രായമുള്ള ആൾക്കാർക്ക് സുഖമായി ഇറങ്ങാം. കാരണം 2 ലെവലിൽ നോക്കിയൊക്കെ ഇത്ര ഉള്ളൂ താഴത്തേക്ക് കണ്ടോ. അതെ, ഹാള് ഇത് നൈറ്റ് വ്യൂ നന്നാവൂട്ടതില്ലേ കാര്യങ്ങളൊക്കെ. അതിമനോഹരമായ വീടാണ്. അതിമനോഹരമായ വീടാണ്. 12 സെൻറ്റ് സ്ഥലം. കോലക്കരയിൽ നിന്ന് 350-400 മീറ്റർ ഹൈവേന്ന് ഉള്ളിൽ 4 പുറം വീടുകളുള്ള വീടാണ്. നെഗോഷ്യബിൾ റേറ്റാണ്. ഓണറായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓക്കെ. എല്ലാവരും നമ്മൾക്ക് ഏതെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. കേരളത്തിൻ്റെ ഏത് ഭാഗത്തും നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഓക്കെ, കട്ട് ചെയ്തു. ഞാൻ ഗേറ്റ് അടച്ചിട്ടൊന്ന് പുറത്തുനിന്ന് എടുക്കാം കേട്ടോ. നല്ല വീടാട്ടോ കൃഷ്ണകുട്ടിയേട്ടാ. പുതിയ വീട് പണി ചെയ്യേണ്ടവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാം. പോയില്ലേ കഴിയുന്ന അത് ഇതുണ്ട് എന്നുണ്ടെങ്കിൽ മൂപ്പര് എടുത്തിരുന്നു. അയാൾക്കിത് പറ്റിയിരുന്നു. അയാൾ വാങ്ങിയേ, അയാൾ കയറമ്പാറ പോയിട്ട്. അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ്. ഈ വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ വില അവർ പറയുന്നത് 67 ലാഖാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. പാർട്ടി നേരിട്ട് വന്ന് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വേണ്ടമാതിരി അവർ വിട്ടുവീഴ്ച ചെയ്തു തരും. അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. 12 സെൻറ്റ് സ്ഥലമുണ്ട്. 1920 സ്ക്വയർ ഫീറ്റ് ഫുൾ ഫർണിഷ്ഡ് ഹൗസാണ്. 11.88 അല്ലേ, 11.88 സെൻറ്റ് സ്ഥലമാണ്. ഫുൾ ഫർണിഷ്ഡ് ആണ്. ഇനി അതിലൊരു പണിയില്ല. കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്കും പുറത്തേക്കുള്ള കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. കൂനത്തറയാണ് സ്ഥലം. ഓക്കെ, 350 മീറ്റർ ഉള്ളിലേക്ക് 350 മീറ്റർ ഉള്ളൂ. 2 വഴിയുണ്ട്. ഒരു വഴി 350 മീറ്റർ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരിക. ടൗൺ തന്നെയാണ് അടുത്ത്. അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അപ്പോൾ അതാ വീടിൻ്റെ ഫുൾ രാവിലെ വിളിച്ചായിരുന്നു തന്നെ. അറിയില്ല ഇങ്ങോട്ട് വരുന്നത്. ആ
പാലട്ടാ ആ പാത്രം എടുക്കാൻ പറയട്ടെ ഫോട്ടോ ഏ ആ പാത്രം ആ അങ്ങനെ ഗേറ്റ് നടത്തില്ല. എടുക്കണ്ടെന്ന് പറയാനും പറ്റില്ല. ഇവിടെ പുറത്തുണ്ടല്ലോ ഒരു കാര്യങ്ങൾ നല്ല വ്യൂ അല്ലേ സുനി? നല്ല വ്യൂ ആ. ഞാൻ അതിന്റെ മുകളിൽ കയറിയോണ്ട് കറക്റ്റായി കിട്ടിയത്. അവിടുന്ന് നോക്കിയാ അത് 4 ബെഡ്റൂം അല്ലേ? 4 ബെഡ്റൂം.